ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇസബെൽ ആൻഡ് കാൽവിൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നമ്മുടെ ന്യൂ ഇയർ ട്രിപ്പ് വരികയല്ലേ. അപ്പോൾ ന്യൂ ഇയറിന് ഒരു ഡിന്നർ മെനു ആണ് ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഗ്രിൽഡ് ചിക്കനാണ് ന്യൂ ഇയറിന് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും ഗസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനമാണിത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ചെറിയ ഉള്ളി 2 ഒരു ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക് വേണം, പിന്നെ നമ്മുടെ തൈര്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ പുതിനയില, പിന്നെ ചില്ലി പൗഡർ, പിന്നെ മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമുക്ക് ഉപ്പ്, പിന്നെ നാരങ്ങ, പിന്നെ ജീരകം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക്, പിന്നെ മല്ലിയില ആക്കിയാൽ നമുക്ക് ആവശ്യമുള്ളത്. ഇത് നിങ്ങൾ എല്ലാം മിക്സ് ആയിട്ട് ആക്കരുത്, അപ്പം നമ്മുടെ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് പോയി പോകും. അപ്പോൾ നമ്മൾ ഇത് ഓരോന്നായിട്ട് വേണം ആക്കാൻ. ഇപ്പോൾ നമ്മൾ ആദ്യം നാരങ്ങ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് ചേർക്കണം. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ തേക്കണം. മിക്സ് ചെയ്ത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, അതിൻ്റെ ഫ്ലേവർ പോയിപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഇതിലേക്ക് ഞങ്ങൾ തേച്ച ഞങ്ങളുടെ കൈനീറും, അതുകൊണ്ട് ഞങ്ങളുടെ അമ്മയാണ് തേച്ചത്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇതൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട്, നല്ല ചിക്കൻ ആയിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിലേക്കൊക്കെ നല്ല മസാലയൊക്കെ കയറിയിട്ട് നല്ല ടേസ്റ്റ് ആവണ്ടേ, അതിനായിട്ട് നമുക്ക് ഫോർക്കില്ലേ അത് വെച്ച് ഈ ചിക്കനൊക്കെ ഒന്ന് കുത്തണം. അപ്പോൾ ചിക്കൻ്റെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കുറേ ചേച്ചി ഞാനും ഇച്ചിരി കുത്തും. ഇതിൻ്റെ ഗ്രില്ലിംഗ് പരിപാടിയാണ്. അതിന് മുൻപേ നിങ്ങൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. നിങ്ങളിപ്പോൾ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം എടുക്കുന്നതാണ് നല്ലത്. പക്ഷെ നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ ആ ദിവസം തന്നെ ഒരു മണിക്കൂറോ 2 മണിക്കൂറൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് ഈ സാധനമാണ്, എണ്ണപ്പട്ട എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിൻ്റെ മുകളിൽ ഈ സാധനം വെച്ചിട്ട് ചിക്കൻ ഇട്ട് ഗ്രില്ല് ചെയ്യാമായിരുന്നു. പക്ഷെ ഇതൊട്ടും വേവുന്നില്ല, ഞങ്ങൾ വീശി ഊതിയും മടുത്തുപോയി. അപ്പോൾ ഞങ്ങൾ BBQ 12 ഇഞ്ച് ഗ്രില്ലൻ എന്ന് പറഞ്ഞ ഒരു സാധനം വാങ്ങി. അപ്പോൾ ഇത് വാങ്ങിയപ്പോഴും ചിക്കൻ വേവുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇത് വേവുന്നില്ല. ഇത് അടച്ചു വെക്കുമ്പോൾ വേണം, ദൂതും വേണം. അപ്പൊ പപ്പ എന്ത് ചെയ്തു, ഇതിൻ്റെ അടിയിലൊരു ഹോൾ ഇട്ടിട്ട് ഒരു പൈപ്പും വെച്ചിട്ട്, പിന്നെ ഇതാണ് ബ്ലോവർ എന്ന് പറഞ്ഞൊരു സാധനം. ഇത് ശരിക്കും പറഞ്ഞാൽ തീ കത്തിക്കുന്ന സാധനമാണ്. അപ്പൊ നമുക്കിത് അടച്ചു വെക്കും, തീ ഊതും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, അതിനാണ് ഈ ഇത് ഇട്ടത്. എന്നിട്ട് ഞങ്ങൾ ഇത് ഓണാക്കിയിട്ട് ഇതിനുള്ളിൽ വെക്കും. അപ്പോൾ ചിക്കൻ ഇത് കാറ്റും കിട്ടും, ഇത് അടഞ്ഞിരിക്കും, അത് വേവുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് എടുത്ത് വെക്കണം. ചിക്കൻ അല്ല, കരി. ആദ്യം നമുക്ക് ഇതിലേക്ക് തീ കത്തിച്ച് വെക്കണ്ടേ. തീ കത്തിച്ച് വെക്കണമെങ്കിൽ കരി കുറേ വേണം. അപ്പോൾ നമുക്ക് തീ കത്തിക്കാം. ആദ്യം തീയല്ലേ, കരിയല്ലേ. കരി വെച്ചിട്ട് തീ കത്തിക്കാം. ശരി, കരി വെച്ചിട്ട് തീ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ട് ഇങ്ങനത്തെ, അതിൻ്റെ മുകളിലാണ് നമ്മൾ വെക്കുന്നത്. അതിൻ്റെ അടിയിലൊരു പാത്രം കൂടി ഉണ്ട്, അതിൽ നമ്മൾ കരി വെച്ചിട്ട് അതിൽ തീയും കത്തിച്ചിട്ടാണ്. ലോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കുറച്ച് ലോക്ക് ഉണ്ട്, 4 ലോക്ക്. അതിങ്ങനെ അടച്ചിട്ട് ഇതിങ്ങനെ തള്ളി കൊടുത്താൽ ക്ലിപ്പ് ഇങ്ങനെ അടച്ചു കൊടുത്താൽ
ചിക്കൻ വെക്കാം. ചിക്കൻ അല്ല, കറി. ഇതില് തീ വരാനായിട്ട് നമ്മൾ ഒരു തുണിയിൽ എണ്ണ ആക്കിയിട്ട് തീ കത്തിച്ചാൽ അത് നല്ലോണം തീയാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തീ കത്തിക്കാൻ കേട്ടോ. നല്ലോണം തീ കത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഭയങ്കര കാറ്റൊക്കെ ഉണ്ട്. നല്ല കൊടുങ്കാറ്റാണ് കേട്ടോ. തീൻ്റെ കാര്യങ്ങളൊക്കെ പപ്പയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൈ പൊള്ളും. ഇനി നമ്മളിത് ബ്ലോറും കൊണ്ട് നന്നായി ഇത് ഊതിക്കൊടുക്കുക, അല്ലെങ്കിൽ ഇത് തീ നന്നായി കത്തി വരില്ല, തീ കെട്ടുപോകും. നല്ല പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചുറ്റി പിടിച്ച് തീ. എൻ്റെ മദർസ് പേരത്തെ കഥയിലത്തെ പോലെ ദ ഫയർ വിൽ സ്വോളോ വസ്, അതുപോലെ കരിനെ സ്വോളോ ചെയ്തു, അതുപോലെ ഇതിപ്പോൾ കരിയുടെ ഉള്ളിലൊക്കെ റെഡ് ലൈറ്റ് കത്തുന്ന പോലെയുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ തീ കയറ്റി വെച്ചിട്ട്, ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നില്ലേ ഒരു സ്റ്റീലിൻ്റെ വട്ട സാധനം, അല്ലെങ്കിൽ വര അതിൻ്റെ മുകളിൽ ഈ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ വട്ട മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ വെക്കും. എന്നിട്ട് നമ്മളത് അടച്ചു വെക്കും, ബ്ലോർ കൊണ്ട് ഊതും. നമ്മൾ ഇതിൻ്റെ ഈ ലോക്ക് തുറന്നിട്ട് ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ ആദ്യം ഈ തീൻ്റെ ടിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഞാൻ പറഞ്ഞ ആ സ്റ്റീലിൻ്റെ ആ റിങ് അതിലേക്ക് വെച്ച് കൊടുക്കും. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ വെക്കുക. ഇതിൻ്റെ ഈ സാധനത്തിലേക്ക് നമ്മൾ എണ്ണ ഇതിലേക്ക് തേച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വെക്കണം. കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും അങ്ങനെ കുറേ നേരം വെക്കണം. ഇത് അടച്ച് വെച്ചിട്ട് ആ ഹോളിൽ കൂടെ ബ്ലോർ കൊണ്ട് ഊതി വെക്കണം. ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ പരട്ടണം. ഈ ചിക്കൻ വേകുന്ന സമയം കൊണ്ട് ഞങ്ങളുടെ ന്യൂ ഇയർ സ്പെഷ്യലായ ബീമ റൈസ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പോകാം. വെൽക്കം എനിക്ക് പറയാൻ പറ്റില്ല. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റൈസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയ അരിയാണ്, ചെറിയ അരി. എന്നിട്ട് നമ്മൾക്ക് ഇത് നന്നായി 1 മണിക്കൂർ കുതിർത്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളം പോവാൻ ഇങ്ങനെ അരിപ്പയിൽ ഇങ്ങനെ വെക്കണം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. മല്ലി പുതിന അരിഞ്ഞെടുക്കണം, പിന്നെ ഒരു 1/2 ക്യാപ്സിക്കം അരിഞ്ഞെടുക്കണം, പിന്നെ ജിഞ്ചർ ഗാർലിക്, പിന്നെ ഒരു ഉള്ളി, പിന്നെ നാരങ്ങയും, പിന്നെ 1/2 നാരങ്ങയും, 2 പച്ചമുളകും, തക്കാളി അരിഞ്ഞ് വെച്ചതും, പിന്നെ ഒരു ക്യാരറ്റ് അരിഞ്ഞ് വെച്ചതും നമുക്ക് വേണം. ഇനി നമ്മുടെ ഈ സ്പെഷ്യൽ റൈസിന് ആവശ്യമുള്ള സ്പൈസസ് ആണ് ഇതൊക്കെ. ഈ സ്പൈസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉപ്പ്, ഉണക്കനാരങ്ങ, ഉപ്പ്, പിന്നെ നമുക്കൊരു മാഗിയുടെ ക്യൂബ് വേണം, പിന്നെ നമുക്കിത് ചെറുജീരകം, പിന്നെ ഇത് കുരുമുളക്, പിന്നെ ഇത് കറുവപ്പട്ട, പിന്നെ ഇത് പെരിഞ്ജീരകം, പിന്നെ ഇത് മല്ലി, പിന്നെ ഇത് ഗ്രാമ്പൂ, പിന്നെ ഇത് ഏലക്ക.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ റൈസിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇവിടെ നമ്മളുടെ റൈസിന് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതൊന്നും നമുക്ക് ഫുൾ മിക്സ് ചെയ്ത് ഇടരുത്. നമ്മളിതൊക്കെ ഇച്ചിരിയെ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇനി നമ്മൾക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പം നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓൺ ആക്കണം. നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ എണ്ണ ചൂടാവുമ്പോൾ സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞങ്ങൾ നേരത്തെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ഇഞ്ചി പേസ്റ്റാക്കിയതും പിന്നെ ഗാർലിക് പേസ്റ്റാക്കിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ 2 പച്ചമുളകും എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ടൊന്ന് വഴറ്റണ്ട, ചെറുതായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മതി. നമുക്ക് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഉണക്കിയ നാരങ്ങ, അങ്ങനെ കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, അങ്ങനത്തെ എല്ലാ സ്പൈസസും നമ്മൾ മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇടുമ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ നമ്മുടെ ടൊമാറ്റോയും ക്യാരറ്റും പിന്നെ നമ്മുടെ ക്യാപ്സിക്കം, അങ്ങനെ മല്ലി പുതിന മിക്സ് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ 4.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മുടെ മാഗി ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നാരങ്ങ നന്നായി ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും. ഈ മാഗി ക്യൂബിൽ ഉപ്പുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ട് ഉപ്പിടാൻ പാടുള്ളൂ. ഈ റൈസ് നല്ല കളർഫുൾ റൈസ് ആയിരിക്കും. ഇനി നമ്മളുടെ നല്ല സോഫ്റ്റ് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഫുൾ നമ്മൾ വടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് അടച്ചു കൊടുക്കുക. ഇനി നമ്മളുടെ ചിക്കൻ നമുക്ക് നോക്കാം. ഇനി ഇത് 2 വിസിലടിക്കുമ്പോൾ നമ്മളിത് ഓഫാക്കണം. നമ്മളിത് മറിച്ചിങ്ങനെ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നല്ല കരിഞ്ഞും മുരിഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ്റെ ഉള്ളിലേക്ക് നല്ലോണം മസാല ഒക്കെ കറിയെന്ന് തോന്നും. ഇതിൽ ബേസിക് മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. 3/4 വേവാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഇതിലേക്ക് ചേർക്കാം. എന്ന് വെച്ചാൽ പെപ്പർ, കാന്താരി, അറബിക് മസാല, പെരി പെരി മസാല, അഫ്ഗാൻ മസാല, ചാട്ട് മസാല, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ചിക്കനും നമ്മുടെ സ്പെഷ്യൽ റൈസും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ വൈറ്റ് സോസ് ഇച്ചിരി എടുത്തിട്ട് പിന്നെ ഒരു ചിക്കൻ പീസ്
നല്ല ചൂട്. എന്റെ കൈ വെളുത്തു. എന്തൊരു ചൂടായിട്ട്. അപ്പൊ ഫ്രണ്ട്സ് ചൂടൊക്കെ പോയി. ഞാനിച്ച് നാരങ്ങ വെള്ളം കുടിച്ചു കേട്ടോ. ഓറഞ്ച് ജ്യൂസിന്റെ സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം, കാരണം അത്രയ്ക്കും ടേസ്റ്റാണിത്. Bye friends. Subscribe ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. Bye friends.